ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ ആഴ്ച കൂടി ദൈവം നമുക്കായി ദാനം തന്നിരിക്കുകയാണ്. ഈ പുതിയ ദിവസത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പാനും ദൈവത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പാനും ദൈവം നമുക്ക് കൃപയൊരുക്കിയിരിക്കുന്നു. അവൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് 5-ാമത്തെ പാഠം പെസഹ എന്നതാണ്. പാഠം പഠിക്കുന്നതിന് മുമ്പായി നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ നല്ല ദിവസത്തിൽ കർത്താവേ സ്തോത്രം. അവിടുത്തെ കൃപയിൽ അടിയങ്ങൾ ജീവിക്കുന്ന പശ്ചാസ്തോത്രം. ആ വൻ കൃപയ്ക്കായി അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന പശ്ചാസ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗ നല്ല പിതാവേ, അവിടുത്തെ കൃപയിൽ കർത്താവെ മുന്നോട്ട് ജീവിപ്പാൻ അടിയങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപികളും ദോഷികളുമായ അടിയങ്ങൾ കർത്താവെ സ്തോത്രം, അങ്ങയുടെ വചനം പഠിക്കുവാൻ പോകുന്ന കർത്താവെ സ്തോത്രം, അവിടുന്ന് കർത്താവെ സ്തോത്രം അടിയങ്ങൾക്ക് തുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗ നന്മകളാൽ അടിയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുസാന്നിധ്യം ഈ പാഠപഠനത്തിൽ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പശ്ചാസ്തോത്രം. അവിടുത്തെ പാഠങ്ങൾ അതിൻ്റെതായ ആഴത്തിൽ മനസ്സിലാക്കി അത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവവും ഞങ്ങൾക്കായി ജീവൻ പിടിച്ച യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് 5-ാമത്തെ പാഠം പെസഹ ആണ്. വലിയവനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഈ പാഠത്തിൻ്റെ മനപ്പാഠ വാക്യം: ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിച്ചപ്പോൾ മിസ്രയീമിലെ ഇസ്രായേൽ മക്കളുടെ വീടുകളെ വിട്ടു ഒഴിഞ്ഞ് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹ ആകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം. പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം 26-27 വാക്യങ്ങൾ. മനപ്പാഠ വാക്യം ഒരിക്കൽ കൂടി: ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിച്ചപ്പോൾ മിസ്രയീമിലെ ഇസ്രായേൽ മക്കളുടെ വീടുകളെ വിട്ടൊഴിഞ്ഞ് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹ ആകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം. പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം 26-27 വാക്യങ്ങൾ. കഴിഞ്ഞ അധ്യായത്തിൽ നാം മിസ്രയീം ദേശത്തിന് ദൈവം കൊടുത്തതായ 9 ബാധകളെ കുറിച്ച് പഠിച്ചുവല്ലോ. 9 ബാധകൾ ദേശത്തെ ഞെരുക്കിയിട്ടും ഫറവോൻ മനം തിരിഞ്ഞ് ദൈവഹിതം മനസ്സിലാക്കാതെ ഹൃദയത്തെ കഠിനമാക്കുകയും ദൈവജനത്തെ വിട്ടയപ്പാൻ വിസമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ദൈവം 10-ാമത്തെ ബാധ മിസ്രയീമിന് നൽകുവാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് മോശെ മുഖാന്തരം ഫറവോനെ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഫറവോന്റെ മാനസികാവസ്ഥ ഭയങ്കര ചിന്താഭാരത്താൽ പ്രയാസപ്പെട്ടു. 10-ാമത്തെയും അവസാനത്തെയും ബാധ കൂടി വരുവാനിരിക്കുന്നു. അതിനുള്ള അവസാനത്തെ മുന്നറിയിപ്പും നൽകി കഴിഞ്ഞല്ലോ. ഞാൻ ഉടൻ തന്നെ അന്തിമ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ തീരുമാനം യഥാർത്ഥത്തിൽ ജീവനും മരണവും സംബന്ധിച്ച വിഷയമാണ്. എൻ്റെ ദേശത്തിലെ ഒരു വ്യക്തിയുടെ മാത്രം ജീവനല്ല, മുഴുവൻ കുടുംബങ്ങളുടെയും ജനതയുടെയും ജീവനും അഭിവൃദ്ധിയും അപകടത്തിലാണ്. ഇതിനെല്ലാം ഉത്തരവാദി ഞാൻ ഒരാളാണല്ലോ എന്നൊക്കെ ഒരുപക്ഷെ ഫറവോൻ ചിന്തിച്ചതായി നമുക്ക് ഊഹിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേലിന്റെ ജീവനുള്ള ദൈവത്തോടുള്ള അവന്റെ മനോഭാവം ആ രാജാവിൻ്റെ മാത്രമല്ല, ആ രാജ്യത്തിൻ്റെയും ജനതയുടെയും ഭാവി നിർണയിച്ചു. സാഹചര്യങ്ങളുടെ ഗൗരവം ഫറവോന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അടുത്ത നടപടി അല്ലെങ്കിൽ അടുത്ത തീരുമാനം സ്വീകരിക്കേണ്ടി വരുമ്പോൾ ജനതയെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ഫറവോൻ അവിടെ നിർബന്ധിതനാകുന്നു. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. പ്രതികൂല സാഹചര്യങ്ങളിലും മുന്നോട്ട് പോകുവാനുള്ള ഉറച്ച തീരുമാനമെടുക്കുവാൻ, ആ തീരുമാനം നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു പ്രകാശമാകാതിരിക്കാൻ ഉള്ള തെരഞ്ഞെടുപ്പായി തീരുവാൻ നമുക്ക് ക്രിസ്തുവിനെ ആശ്രയിക്കാം. നല്ല തെരഞ്ഞെടുപ്പുകൾ നടത്തുവാനും ക്രിസ്തുവിൽ വളരുവാനും ഈ പാഠം നമ്മെ സഹായിക്കുമാറാകട്ടെ. 9 ബാധകളും ഫറവോന്റെ ദേശത്തിന് ഏൽപ്പിച്ചപ്പോഴും ദൈവം മോശെ മുഖാന്തരം ഫറവോന് അറിയിപ്പ് നൽകിയിരുന്നു. അതുപോലെ തന്നെ 10-ാമത്തെ ബാധ നൽകുന്ന വിവരവും ദൈവം മോശയിലൂടെ ഫറവോനെ മുൻകൂട്ടി അറിയിച്ചു. കാരണം വേദപുസ്തകത്തിൽ ആമോസ് പ്രവാചകനിലൂടെ ദൈവം തന്നെ പറയുന്നു, ദൈവമായ കർത്താവ് തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുകയില്ല എന്ന്.
10ാമത്തെ ബാധയുടെ അറിയിപ്പിനോടൊപ്പം തന്നെ ഏറ്റവും ഗൗരവമേറിയ മറ്റൊരു മുന്നറിയിപ്പ് കൂടി മോശെ ഫറവോന് നൽകി. മിസ്രയീമിൽ ഈ വിപത്തുകൾക്ക് കാരണമായ അഹങ്കാരം, ചൂഷണം, അക്രമം, വിഗ്രഹാരാധന, സ്വാർത്ഥത എന്നിവയ്ക്കെതിരെയുള്ള ഒരു ന്യായവിധിയായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നതായിരുന്നു ആ ഗൗരവമുള്ള വാർത്ത. 9ാമത്തെ ബാധയായ അന്ധകാരം മിസ്രയീമിന് നൽകിയപ്പോൾ അത് നൽകിയതിന്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ടായിരുന്നു. സമീപകാല സംഭവങ്ങളുടെ അർത്ഥം തിരിച്ചറിയുന്നതിനുള്ള ഒരു സമയമായിരുന്നു ദൈവം ആ 3 ദിവസത്തെ അന്ധകാരത്തിലൂടെ നൽകിയത്. ശരിയായ തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള സമയം കൂടി നൽകിയിരുന്നു. എന്നാൽ ഫറവോനും മിസ്രയീമും അതിൽ പരാജയപ്പെട്ടു. ദൈവം 10ാമത്തെ ബാധയെ അവർക്കിടയിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചു. മോശെ മുഖാന്തരം ഫറവോനെ അത് അറിയിക്കുന്നു. മോശെ ഫറവോനോട് ചെന്ന് 10ാം ബാധയെക്കുറിച്ച് അറിയിച്ചു. മോശ ഫറവോനോട് അറിയിക്കുമ്പോഴും ഫറവോൻ ഹൃദയത്തെ കഠിനമാക്കുകയാണ്. അപ്പോഴും മോശ എന്ത് ചെയ്തു? ഉഗ്രകോപത്തോടെ ഫറവോന്റെ മുമ്പിൽ നിന്നും പുറപ്പെട്ടു പോയി എന്നാണ് ബൈബിളിൽ പറയുന്നത്. എന്തിനായിരിക്കും മോശ ഫറവോനോട് കോപിച്ചത്, അല്ലെങ്കിൽ ഉഗ്രകോപത്തോടെ ഫറവോന്റെ മുമ്പിൽ നിന്നും പുറപ്പെട്ടു പോയത്? ഫറവോന്റെ അഹങ്കാരം മൂലം, ഹൃദയ കാഠിന്യം മൂലം മിസ്രയീമിലെ എത്രയോ നിരപരാധികൾ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു, നശിച്ചുപോയി. എന്നിട്ടും ഫറവോന്റെ ആ മനസ്സിന് മാറ്റം വരുന്നില്ലല്ലോ, ദൈവത്തിന്റെ നീതിയും ന്യായവും ഫറവോൻ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന ചിന്ത കൊണ്ടായിരിക്കാം ഒരു പക്ഷേ മോശ ഉഗ്രകോപത്തോടെ പുറപ്പെട്ടു പോയത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട്. 10 ബാധകൾ എന്നതിലെ 10 എന്നതായ സംഖ്യ ഇവിടെ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഈ 10 എന്ന സംഖ്യ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളും 10 എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ 10 ബാധകൾ ദൈവത്തിന്റെ നീതിയുടെയും പ്രതികാരത്തിന്റെയും പൂർണ്ണമായ പ്രകടനമാണ്. അതേസമയം തന്നെ ദൈവം സ്നേഹത്തിന്റെ ഒരു പ്രകടനവുമാണ്. കാരണം ന്യായാധിപനായ ദൈവം അനീതി, വിവേചനം, അഹങ്കാരം, ചൂഷണം, ക്രൂരത, സ്വാർത്ഥത ഇവയ്ക്കെല്ലാം എതിരാണ്. അവൻ ദുരിതം അനുഭവിക്കുന്നവരുടെയും ചൂഷണം ചെയ്യപ്പെടുന്നവരുടെയും ഉപദ്രവിക്കപ്പെടുന്നവരുടെയും പീഡിതരുടെയും പക്ഷത്താണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തെ ദൈവം കരുതി. മിസ്രയീം ദേശം ഇസ്രായേലിനോട് കാണിച്ച അനീതിക്ക് ദൈവം നീതി പാലിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യുന്നതാണ് ഈ 10 ബാധകൾ. അപ്പം ദൈവത്തിന്റെ പ്രവൃത്തികൾ നീതിയോടുകൂടിയുള്ള പ്രവൃത്തികളാണ്. മിസ്രയീമിനെ ദൈവം ശിക്ഷിച്ചതുമെല്ലാം ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ദൈവം നീതിമാനുമാണ്, പ്രതികാരകനുമാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ നീതിയും പ്രതികാരവുമായ ആ 2 വികാരത്തിന്റെയും ഒരു പൂർണ്ണമായ പ്രകടനമായിരുന്നു ഈ 10 ബാധകളിലൂടെ നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം നീതിയും സ്നേഹവും ഉള്ളവനായിരിക്കുന്നത് പോലെ നമ്മളും മറ്റുള്ളവരോട് സ്നേഹവും നീതിയും ഉള്ളവരായിരിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ എപ്രകാരം ജീവിക്കണമെന്ന് ദൈവം വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. മീഖായുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരേ സമയം നീതി പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യണമെന്നാണ് വേദപുസ്തകത്തിലൂടെ യഹോവ അരുളി ചെയ്യുന്നത്. അതോടൊപ്പം നാം ഈ ഭൂമിയിൽ താഴ്മയോടെ നടക്കണമെന്നും ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും പുറപ്പെടുന്നതിന് മുൻപ് ദൈവം മോശയ്ക്കും അഹരോനും ചില പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്നതായി പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. നമുക്കതൊന്ന് ചുരുക്കമായി ചിന്തിച്ചാൽ, പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇപ്രകാരം പറയുന്നുണ്ട്: ഈ മാസം ഈ ആണ്ടിലെ 1-ാം മാസമായി തന്നെ പരിഗണിക്കണം. ഈ 1-ാം മാസത്തിലെ 10-ാം തീയതി ഓരോ കുടുംബം ഓരോ ആട്ടിൻകുട്ടിയെ എടുത്ത്, അതും ഓരോരുത്തരും തിന്നുന്ന കണക്കിനനുസരിച്ചുള്ള ആട്ടിൻകുട്ടിയെ മാത്രം എടുത്ത് സന്ധ്യാസമയത്ത് അറുക്കണം. ആ അറുക്കപ്പെട്ട ആ രക്തം കുറെ നിങ്ങളുടെ വീടിന്റെ വാതിൽ കട്ടളമേൽ ഒക്കെ പുരട്ടണം. അന്ന് രാത്രി ചുട്ടതായ മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടൊപ്പം കഴിക്കണം. പുളിപ്പുള്ള മാവ് തിന്നുന്നവരെയും ചുടാത്ത മാംസം തിന്നുന്നവരെയും ഇസ്രായേൽ ഗൃഹത്തിൽ നിന്നും ഛേദിച്ചു കളക എന്നും പറഞ്ഞിരിക്കുന്നു. രാത്രിയിൽ കഴിച്ചതിന്റെ ബാക്കി ഒന്നും നാളേക്ക് വെക്കരുത്. അഥവാ ബാക്കി വന്നാൽ അത് തീയിലിട്ട് ചുടണം. ഇനി കഴിക്കുന്നവർ പാലിക്കേണ്ടതായ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നു. കഴിക്കുന്നവർ അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടിയും പിടിച്ചുകൊണ്ട് വേണം കഴിക്കാൻ. മാത്രമല്ല, അവർ തിടുക്കത്തോടെ ആ ഭക്ഷണം കഴിക്കണം. ഒരു കുഞ്ഞാടിനെ മുഴുവൻ കഴിക്കാൻ ഒരു കുടുംബത്തിന് കഴിയുന്നില്ലെങ്കിൽ മറ്റൊരു കുടുംബത്തെ കൂടെ കൂട്ടുപിടിച്ച് പങ്കിട്ട് കഴിക്കണം.
എന്നൊക്കെ ദൈവം ആ പെസഹ ആചരണത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അവിടെ നൽകുകയാണ്. വീണ്ടും 12-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കളോട് അവരുടെ രക്ഷയ്ക്കായിട്ടുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തം അടയാളമായിരിക്കണം. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. മിസ്രയീമിന് കൊടുക്കുന്ന ബാധ നിങ്ങൾക്ക് ബാധകമാവുകയില്ല എന്നും പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു. ഈ വാക്യങ്ങള് പെസഹ പെരുന്നാളിന്റെ അർത്ഥം വിശദീകരിക്കുകയാണ്. നാശത്തിന്റെ ന്യായവിധി അവരെ കടന്നു പോകുന്നു. അതിനാൽ അവർ പെസഹ അനുസ്മരിക്കേണ്ടതാണ് എന്നതാണ് പെസഹായുടെ പ്രാധാന്യം. കടന്നു എന്ന വാക്കും പോകുക എന്ന വാക്കിന്റെയും സംയോജനമാണ് പെസഹ എന്ന ഒറ്റ വാക്കിനെ അവിടെ അനുസ്മരിപ്പിക്കുന്നത്. കാരണം ജീവന്റെയും രക്ഷയുടെയും അടയാളമായ കുഞ്ഞാടിന്റെ രക്തം വാതിൽപ്പടികളിന്മേൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇസ്രയേലിയ ഭവനങ്ങളെ നാശം കടന്നുപോയി എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്തതായ ദൈവകൃപയുള്ള പ്രവർത്തികളെ ഓരോ ഇസ്രായേലിയനും ഓർമ്മിപ്പിക്കുന്നതാണ് പെസഹ. ഞാനൊരു ഇസ്രായേലിയനാണ് എന്ന ദേശീയത്വം ഉറപ്പിക്കുന്നതിനും മതപരമായ വിശ്വാസ തത്വങ്ങൾ ഒക്കെ അടയാളപ്പെടുത്തുന്നതിനും പെസഹ ആഘോഷം സഹായിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ദൈവം നമുക്ക് ചെയ്ത നന്മകൾ നാം എപ്പോഴും ഓർമ്മിക്കേണ്ടത് വളരെ പ്രാധാന്യമാണ്. ഇസ്രയേലിനെ മിസ്രയീമ തിന്മകളിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് നടത്തിയ ദൈവം ഇതുവരെ എന്നെയും കരുതി. വിളിച്ചവൻ വിശ്വസ്തനാകിയാൽ ഇനിയും എന്നെ നടത്തും കരുതും എന്ന വിശ്വാസവും ഇവിടെ പ്രാധാന്യമർഹിക്കുന്നു. പെസഹ എന്താണെന്നും പെസഹയുടെ പ്രാധാന്യവും ചുരുക്കമായി ചിന്തിച്ചാൽ, ഇസ്രയേൽ ജനത്തെ മിസ്രയീമ്യ ശക്തിയിൽ നിന്നും വിടുവിക്കുവാനുള്ള ദൈവത്തിന്റെ അറിയിപ്പിൻ പ്രകാരം അവർക്ക് ലഭിച്ച രക്ഷാമാർഗത്തിന്റെ ആഘോഷം. സംഹാരക ദൂതൻ തങ്ങളുടെ വീടുകളെ വിട്ടൊഴിഞ്ഞു കടന്നു പോയതിന്റെ ഓർമ്മപ്പെടുത്തലാണിത്. നമ്മുടെ ജീവിതത്തിനും സംഹാര കാരണമാകാമായിരുന്ന പല സാഹചര്യങ്ങളും കഷ്ടതകളും വന്നിട്ടും ദൈവം ക്രിസ്തുവാകുന്ന കുഞ്ഞാടിന്റെ അവസാന തുള്ളി രക്തവും നമ്മുടെ മേൽ തളിച്ച് സംഹാരദൂതനിൽ നിന്നും നമ്മെ വിടുവിച്ചിരിക്കുന്നു. ഇനിയുള്ള നാളുകളിലും വരാൻ പോകുന്നതായ കഷ്ടതകളിലും നമുക്ക് കരുതലായി, നമുക്ക് തുണയായി ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് ജയം നൽകുക തന്നെ ചെയ്യും. ആയതിനാൽ നാമും പെസഹ അനുസ്മരിക്കേണ്ടതാണ്. ഇതുവരെ നാം പെസഹ എന്താണെന്നും പെസഹയുടെ പ്രാധാന്യം എന്താണെന്നും നാം മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് പെസഹ ആഘോഷത്തിലേക്ക് കടന്നു പോകാം. പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം. ഈ ദിവസത്തിൽ തന്നെയാകുന്നു ഞാൻ നിങ്ങളുടെ ഗണങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായും നിത്യ നിയമമായും നിങ്ങൾ ആചരിക്കണം. 1-ാം മാസം 14-ാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം 21-ാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 7 ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണരുത്. ആരെങ്കിലും പുളിച്ചത് തിന്നാൽ, പരദേശിയായാലും സ്വദേശിയായാലും, അവനെ ഇസ്രായേൽ സഭയിൽ നിന്ന് ഛേദിച്ചു കളയണം. പുളിച്ചത് യാതൊന്നും നിങ്ങൾ തിന്നരുത്. നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെല്ലാം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. ഈ പുതിയ ഉത്സവത്തിൽ രക്തത്തിന്റെ പങ്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒരു പ്രധാന ഘടകം തന്നെയാണ് അവിടെ രക്തം. ഈ വിരുന്നിൽ പങ്കെടുത്തവർ കൊല്ലപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം അവരുടെ വീടിന്റെ വാതിൽപ്പടിയിൽ പുരട്ടിയിരുന്നു. അത് ദൈവത്തിന്റെ അരുളപ്പാടിൻ പ്രകാരം ദൈവത്തോടുള്ള വിശ്വാസത്താൽ അവർ ചെയ്തു. എന്തായിരുന്നു അവർക്ക് ദൈവത്തോടുള്ള വിശ്വാസം? ദൈവം പറഞ്ഞ പ്രകാരം അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം വീട്ടുകട്ടളമേൽ പുരട്ടാത്തവർ നേരിടേണ്ടി വരുന്ന, അതായത് മിസ്രയീമർ നേരിടേണ്ടി വരുന്ന ബാധയിൽ നിന്ന് ദൈവം തങ്ങളെ, അതായത് അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം വാതിൽപ്പടിമേൽ പുരട്ടിയിട്ടുള്ള ഇസ്രയേൽ മക്കളെ വിടുവിക്കുമെന്ന വിശ്വാസം അതവർ പ്രകടമാക്കിയത് ദൈവം പറഞ്ഞതിന് പ്രകാരം ആ രക്തം അവരുടെ വാതിൽ കട്ടിളമേൽ പുരട്ടിക്കൊണ്ടായിരുന്നു. നമ്മുടെ കർത്താവ് നീതിമാനും സ്നേഹവാനുമാണ്. സർവത്തിന്റെയും പരമാധികാരി ദൈവമാണ്. പീഡിതരെയും ദരിദ്രരെയും ഒക്കെ സ്നേഹിക്കുന്ന, അനീതിക്കും ദുഷ്ടതയ്ക്കുമെതിരെ പ്രതികരിക്കുന്ന ദൈവമാണ് യഹോവയെന്ന് ഇസ്രയേലിയ ജനതയിലൂടെ മിസ്രയീം ജനത പഠിച്ചതായ സത്യത്തിന്റെ ഒരു പ്രകടനമായിരുന്നു ആ നാളുകൾ. പെസഹ ആഘോഷത്തിന്റെ കേന്ദ്രബിന്ദു പെസഹ കുഞ്ഞാടാണ്. പെസഹ കുഞ്ഞാട് കളങ്കമില്ലാത്തതായിരിക്കണം. കാരണം അത് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം നിങ്ങൾക്ക് ഒരു അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങളുടെ മേൽ വരില്ല.
എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വ്യക്തമായിട്ടും അവിടെ മനസ്സിലാക്കുന്നു. മുഴുവൻ സുവിശേഷവും, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ 13-ാമത്തെ പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ മുഴുവൻ സുവിശേഷവും പെസഹ ആഘോഷവുമായിട്ട് അവിടെ ബന്ധപ്പെട്ടിരിക്കുക. കാരണം അത് അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെയും വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയെയും മാത്രമല്ല, നമ്മുടെ പാപങ്ങൾക്കായുള്ള യേശുക്രിസ്തുവിൻ്റെ യാഗത്തെയും യേശുവിൻ്റെ രക്തത്താൽ മൂടപ്പെട്ട എല്ലാവർക്കും ലഭ്യമാകുന്ന യേശുവിൻ്റെ യോഗ്യതകളെയുമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ ഓരോരുത്തരുടെയും മേലും തളിച്ചു കഴിഞ്ഞു. ആ രക്തത്താൽ മൂടപ്പെട്ട എല്ലാവർക്കും ലഭ്യമാകുന്ന യേശുവിൻ്റെ യോഗ്യതകളും നാം മനസ്സിലാക്കി വേണം ഈ പാഠഭാഗങ്ങളൊക്കെയും പഠിക്കുവാനും. ആ യോഗ്യതകളൊക്കെ നമുക്കും ഉണ്ടായിരിക്കേണ്ടതും ആണ്. ഈ പെസഹ ആഘോഷത്തിന് ശേഷം പൗലോസ് അതിനെക്കുറിച്ച് എഴുതിയത് 1 കൊരിന്ത്യരുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം ഒരു പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവ് നീക്കം ചെയ്യുക. നമ്മുടെ പെസഹയായ ക്രിസ്തു നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. അതായത് പണ്ട് ഇസ്രായേലിയരുടെ ആ കാലത്തൊക്കെ മാവ് പുളിപ്പിക്കാനായിട്ട്, അതായത് നാളത്തേക്കിനുള്ളതോ അല്ലെങ്കിൽ ഇനി വേണ്ടതിനായ ഉള്ള മാവ് പുളിപ്പിക്കാനായിട്ട് പഴയ പുളിമാവ് ഉപയോഗിച്ചിരുന്നു. ഇസ്രായേലിയർ മിസ്രൈമിൽ നിന്നും പുറപ്പെടുന്നതിൻ്റെ തലേന്ന് പുളിപ്പില്ലാത്ത അപ്പം തയ്യാറാക്കുന്നതിനായിട്ട് അവരുടെ വീടുകളിൽ നിന്നും ഈ പഴയ പുളിമാവ് നീക്കം ചെയ്യണമായിരുന്നു. ആ പ്രത്യേക സന്ദർഭത്തിൽ, അന്നത്തെ ആ കാലത്തിൽ ആ പ്രത്യേക സന്ദർഭത്തിൽ പഴയ പുളിമാവ് പാപത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. അതിനാൽ പെസഹ പെരുന്നാളിൽ ഒരാഴ്ചത്തേക്ക് അവ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. പുളിപ്പില്ലാത്ത അപ്പം പാപരഹിതനായ മിശിഹായുടെ പ്രതീകമാണ്. അവൻ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ നൽകിയവനാണ്. എബ്രായരുടെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ൽ പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളതെന്ന്. പിന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദാവീദ് പറയുന്നത്, ഈസോപ്പ് കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് പ്രവൃത്തി മുഴുവൻ വെളിപ്പെടുത്തുന്നുണ്ട് ഈ പെസഹ ആചരണത്തിലൂടെ. അവരുടെ പുറപ്പാടിനായുള്ള ഒരുക്കങ്ങൾ അവിടെ നടത്തപ്പെടുന്നുണ്ട്. സങ്കീർത്തനക്കാരനും എബ്രായർ ലേഖനവും ഒക്കെ പറയുന്നതും യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് പ്രവൃത്തികളെ കുറിച്ചാണ്. ക്രിസ്തു നമ്മെ വീണ്ടെടുത്തത് അവൻ്റെ സ്വന്തം രക്തം മുഴുവൻ നമുക്ക് വേണ്ടി തന്നുകൊണ്ടാണ്. നമ്മുടെ പാപപരിഹാരത്തിനായി ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം തന്നെ വേണ്ടി വന്നു. കാരണം യേശുക്രിസ്തു പാപമൊഴികെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. മാത്രമല്ല പാപം ചെയ്യാതെ പാപിയായി നമുക്ക് വേണ്ടി മരിച്ചവനുമാണ്. ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി മാറിക്കഴിഞ്ഞിരുന്നു. പാപപരിഹാരത്തിന് പാപം ചെയ്യാത്തവനെ അറുക്കണമായിരുന്നു. പാപം എത്ര മോശമാണ് എന്നുള്ള ആ ഒരു അറിവാണ് ഈ ഒരു വ്യത്യാസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ലോകത്തിന്റെ മുഴുവൻ പാപത്തെയും ചുമക്കാൻ ക്രിസ്തു അല്ലാതെ വേറെ ആരെയും യോഗ്യനായി കണ്ടിട്ടില്ല. പാപത്തിന്റെ ശമ്പളമായ മരണം നമുക്ക് പകരം ഏറ്റുവാങ്ങിയ യേശുക്രിസ്തുവിനെ നോക്കി ജീവിപ്പാൻ ഈ പാഠഭാഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചു എന്നും ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നും ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചും നമ്മുടെ പിൻതലമുറ, നമ്മളെ അനുഗമിച്ചു വരുന്ന നമ്മുടെ തലമുറ എങ്ങനെ അറിയുമെന്ന് നാം എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സങ്കീർത്തനക്കാരൻ പറയുന്നു, ഒരു തലമുറ മറ്റൊരു തലമുറയോട് നിന്റെ പ്രവൃത്തികളെ പുകഴ്ത്തി നിന്റെ വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കും. അതായത് ബൈബിൾ പരിജ്ഞാനം മറ്റൊരു തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൈമാറുന്നതിനായി നമ്മൾ ദൈവത്തെക്കുറിച്ചും അവൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളെക്കുറിച്ചും അവൻ്റെ പഠിപ്പിക്കലുകളെക്കുറിച്ചും ഒക്കെ നാം അവർക്ക് പറഞ്ഞു കൊടുക്കണം. നാം ചെയ്യാറുള്ളതുപോലെ മക്കളെ പള്ളിയിൽ പോകാൻ പഠിപ്പിക്കണം, ദശാംശം കൊടുക്കാനും കാണിക്ക സമർപ്പിക്കാനും പാട്ടുപാടാനും മിഷൻ റിപ്പോർട്ട് വായിക്കാനും ദൈവം എനിക്ക് ഇന്നത് ചെയ്തു എന്ന് ഒരു വാക്കെങ്കിലും സാക്ഷ്യം പറയുവാനും നാം അവരെ പഠിപ്പിക്കണം. ദൈവഭയമുള്ളവരായി നാം ജീവിക്കാൻ അവരെ ശീലിപ്പിക്കണം. നമ്മളെല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാറ്റിലും ഉപരിയായി നാം അവർക്ക് മാതൃകയായിരിക്കണം.
പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യ നിയമമായി ആചരിക്കണം. യഹോവ അരുളി ചെയ്തതുപോലെ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം. ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കയിൽ മിസ്രയീമിലിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞു കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹ യാഗം ആകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം. ഇസ്രായേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രധാന കാര്യം എന്നത് തലമുറ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇസ്രായേലിയർ മക്കൾക്ക് അതിനായി അവരെ പരിശീലിപ്പിക്കണം എന്നതാണ്. കാരണം കുഞ്ഞുങ്ങളുടെ എല്ലാം ആദ്യ അധ്യാപകൻ എന്ന് പറയുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. പുറപ്പാടിന്റെ കഥ മാതാപിതാക്കൾ മക്കൾക്ക് വായ്മൊഴിയായി പറഞ്ഞു കൊടുക്കണമായിരുന്നു. അവരുടെ പുറപ്പാടിന്റെ കഥ ഒരു വെറും ചരിത്ര സംഭവ കഥയല്ല, നേരെ മറിച്ച് അത് അവർ അനുഭവിച്ചതായ എല്ലാ വികാരങ്ങളോടും കൂടി ചേർത്തത് അവതരിപ്പിച്ച് കാണിക്കണമായിരുന്നു. പെസഹ ഉത്സവം ആഘോഷിക്കുന്നതിലൂടെ അവർ അത് തലമുറയ്ക്ക് കൈമാറേണ്ടിയിരുന്നു. പെസഹ എല്ലാ വർഷവും ആഘോഷിച്ചുകൊണ്ട് അവരുടെ പൂർവികർ ചെയ്തതുപോലെ ചരിത്രം ആവർത്തിച്ച് പുനരുജ്ജീവിപ്പിക്കണമായിരുന്നു. സ്വാഭാവികമായും നമ്മുടെ മക്കൾ പെസഹയെക്കുറിച്ച് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട മറുപടിയും ബൈബിളിൽ പറയുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ ഇത് എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ യഹോവ ബലമുള്ള കൈകൊണ്ട് അടിമ വീടായ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ച് ഫറവോൻ കഠിനപ്പെട്ട് ഞങ്ങളെ വിട്ടയക്കാതിരുന്നപ്പോൾ യഹോവ മിസ്രയീം ദേശത്ത് മനുഷ്യന്റെ കടിഞ്ഞൂൽ മുതൽ മൃഗത്തിന്റെ കടിഞ്ഞൂൽ വരെയുള്ള കടിഞ്ഞൂൽ പിറവിയെയൊക്കെയും കൊന്നുകളഞ്ഞു. അതുകൊണ്ട് കടിഞ്ഞൂലായ ആണിനെയൊക്കെയും ഞാൻ യഹോവയ്ക്ക് യാഗം അർപ്പിക്കുന്നു. എന്നാൽ എൻ്റെ മക്കളിൽ കടിഞ്ഞൂലിനെയൊക്കെയും ഞാൻ വീണ്ടുകൊള്ളുന്നു. ഇതു നിന്റെ കൈയിന്മേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ നെറ്റിപ്പട്ടമായും ഇരിക്കണം. യഹോവ ഞങ്ങളെ ബലമുള്ള കൈകൊണ്ട് മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്ന് നീ അവനോട് പറയണം. അപ്പോൾ പെസഹ ആഘോഷിക്കുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യം എന്താണെന്ന് ബൈബിളിൽ നിന്ന് തന്നെ നാം നമുക്ക് മനസ്സിലായി. മിസ്രയീം ദേശത്തു നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചതിൻ്റെ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് നമുക്കത് മനസ്സിലാകുന്നു. അപ്പോൾ ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുന്നതിനുള്ള ആഘോഷം പെസഹ ആചരിക്കുന്നത് മിസ്രയീമിൽ വെച്ച് തന്നെയാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. അപ്പോൾ ഇവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോന്നിട്ടില്ല. പുറപ്പെടുവാനുള്ള ആ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതിന് മുൻപ് അവർ പെസഹ കൂടി ആചരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അവിടെ മുതൽ തന്നെ അവർ അവരുടെ വീണ്ടെടുപ്പുകാരനെ കുമ്പിട്ട് ആരാധിച്ചു തുടങ്ങി. ഒരു വലിയ വിശ്വാസത്തോടെ തന്നെ പെസഹ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അവരവിടെ അവരുടെ വീണ്ടെടുപ്പുകാരനെ ആരാധിച്ചും സ്വീകരിക്കുവാനുമുള്ള മുന്നൊരുക്കങ്ങൾ അവർ തുടങ്ങി. അപ്പോൾ ഇവരുടേതായ അനുഭവങ്ങൾ, ഈ പുറപ്പാടിൻ്റെയും പെസഹ ആചരണത്തിൻ്റെയും ഒക്കെയും അനുഭവങ്ങൾ പണ്ട് കാലത്ത് നടന്നതാണ് എങ്കിലും ഇനിയുള്ള തലമുറയ്ക്ക് നമ്മളത് എപ്രകാരം കൈമാറുന്നു എന്ന് ചോദിച്ചാൽ, എപ്രകാരം കൈമാറണം എന്ന് നാം ചിന്തിച്ചു നോക്കിയാൽ നമുക്കത് കഥാരൂപത്തിലാക്കാനായിട്ട് സാധിക്കും. എൻ്റെ പിതാവ് ഒരു അലഞ്ഞു തിരിയുന്ന ഒരു അരാമ്യനായിരുന്നു. അദ്ദേഹം ചുരുക്കം ചില ആളുകളുമായി മിസ്രയീമിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ താമസിച്ച് ശക്തരും എണ്ണത്തിൽ കൂടുതലുള്ളവരുമായ ഒരു വലിയ ജനതയായി തീർന്നു. എന്നാൽ മിസ്രയീമർ ഞങ്ങളോട് മോശമായി പെരുമാറുകയും ഞങ്ങളെ കഷ്ടപ്പെടുത്തുകയും കഠിനമായ ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. യഹോവ ഞങ്ങളുടെ ശബ്ദം കേട്ടു. ഞങ്ങളുടെ കഷ്ടതയും കഷ്ടപ്പാടും പീഡനവും കണ്ടു. അങ്ങനെ യഹോവ ശക്തമായ കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും വലിയ ഭയാനകതയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടി ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. യഹോവ ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തന്നു. ഈ ഒരു കഥയെന്ന് പറയുന്നത് നമുക്ക് ഒരു സാക്ഷ്യം എന്നത്, ഒരു ഇസ്രയേലിയൻകാരൻ്റെ സാക്ഷ്യം എന്നതിനേക്കാൾ ഉപരി ആ ഇസ്രയേൽ അന്ന് കാലത്ത് ജീവിച്ചിരുന്നത് പോലെ ഉള്ള ഒരു വ്യക്തിയുടെ കഥയായിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഇപ്രകാരം പുറപ്പാടിൻ്റെ കഥ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അതേപോലെ പെസഹ ആഘോഷത്തിൻ്റെ കഥ, ആ ആടുകളെ എടുക്കുന്ന വിധവും ആടുകളെ പങ്കിടുന്ന, കുടുംബത്തിന് വേണ്ടി പങ്കിടുന്ന കാര്യവും ഒക്കെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു കഥ പോലെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു നൽകാം. കാരണം കുഞ്ഞുങ്ങൾക്ക് കഥ കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. അവർ ഏറെ ഇഷ്ടപ്പെടുന്നതും കഥകൾ തന്നെയാണ്. ആ കഥകൾ അവരെന്നും ഓർമ്മിച്ചിരിക്കുകയും ചെയ്യും. നമ്മുടെ
അനുഭവങ്ങളും ഒരു ചെറിയ കഥ പോലെ പറഞ്ഞു നൽകിയാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് കുഞ്ഞുങ്ങളും വേഗത്തിൽ അവരും ദൈവത്തോട് കൂടുതൽ അടുക്കും. അവയൊന്നും ദൈവത്തിൽ നിന്ന് അവരൊക്കെയും ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതോടൊപ്പം ദൈവത്തിലേക്ക് അവർക്ക് ഏകാഗ്രമായിട്ട് അവർക്ക് ആശ്രയിക്കുവാനായിട്ടും സാധിക്കും. നമ്മുടെ അനുഭവ കഥകളൊന്നും അവർ മറന്നു പോകുകയും ഇല്ല. ഒരു കഥയ്ക്കുള്ള അനുഭവങ്ങൾ അല്ല നമ്മുടെ ഇതിൽ നോക്കിയാൽ നമ്മുടെ അനുഭവങ്ങളും ഒരു ചെറിയ കഥ പോലെ പറഞ്ഞു നൽകിയാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് കുഞ്ഞുങ്ങളും വേഗത്തിൽ മനസ്സിലാക്കും. അവരും ദൈവത്തോട് കൂടുതൽ അടുക്കും. അവരും നമ്മുടെ അനുഭവ കഥകൾ മറക്കുകയില്ല. അവർക്കും എന്നും ഓർമ്മയിലിരിക്കും. ഒരു കഥയ്ക്കുള്ള അനുഭവങ്ങൾ മാത്രമല്ല നമുക്കുള്ളത്. ദൈവിക സ്നേഹം ഏറെ അനുഭവിച്ചവരാണ്. എല്ലാ ദിവസവും കഥകൾ പറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണമുള്ള അനുഭവ സമ്പത്തുള്ളവരാണ് നാം എല്ലാവരും. മിസ്രയീമ്യർക്കുള്ള 10ാമത്തെ ബാധയിൽ ദൈവം ആദ്യജാതരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്തുകൊണ്ടാവാം? പുറപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും ഈ കടിഞ്ഞൂൽ സംഹാരത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ. അവരെ തൊടാതിരിപ്പാൻ പെസഹായും ചോരത്തളിയും ആചരിച്ചു. 10ാം ബാധ എല്ലാ മിസ്രയീമ്യ ദേവന്മാർക്കും ഈ വ്യാജ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന എല്ലാ കുടുംബങ്ങൾക്കും മേലുള്ള ഒരു ദൈവിക ന്യായവിധിയായിരുന്നു ഈ 10ാം ബാധ എന്ന് പറയുന്നത്. ഈ ദൈവങ്ങൾക്ക്, അതായത് ഈ മിസ്രയീമ്യരുടെ ദൈവങ്ങൾക്ക്, മിസ്രയീമ്യ ജനത്തിന് ധാരാളം എണ്ണമറ്റ ദൈവങ്ങളുണ്ടായിരുന്നു. അന്തരീക്ഷത്തിന് ദൈവം, മഴയ്ക്ക് ദൈവം, അങ്ങനെ ഓരോ വസ്തുത എടുത്തു നോക്കിയാലും അതിനെല്ലാം അവർക്ക് ദൈവങ്ങൾ. ഭക്ഷണ കാര്യങ്ങളിൽ ദൈവം, വിളകൾക്ക് ദൈവം, അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോന്നും എടുത്തു നോക്കിയാൽ അതിനെല്ലാം അവർക്ക് അവിടെ ദൈവങ്ങളുണ്ടായിരുന്നു. ഈ ദൈവങ്ങൾക്കോ മിസ്രയീമ്യരുടെ വിഗ്രഹങ്ങൾക്കോ മിസ്രയീമ്യരെ വിടുവിപ്പാൻ കഴിഞ്ഞില്ല. അവർക്ക് മിസ്രയീമ്യരെ രക്ഷിക്കാൻ കഴിയില്ല എന്ന, അതായത് ഇവരുടെ എണ്ണമറ്റ ഈ ദേവന്മാർക്കോ വിഗ്രഹങ്ങൾക്കോ മിസ്രയീമ്യരെ രക്ഷിപ്പാൻ കഴിയുകയില്ല എന്ന വസ്തുത കൂടുതൽ തെളിഞ്ഞത് 10ാമത്തെ ബാധയിന്മേലാണ്. മിസ്രയീമ്യ ദേശത്ത് എല്ലാവരുടെയും അഹങ്കാരം അസ്തമിച്ചു. നിലവിളികളും യാചനകളും അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ശക്തനായ രാജാവ് പോലും ഭീകരാന്തരീക്ഷം കണ്ട് അമ്പരുന്നു. മിസ്രയീമ്യ ദേവന്മാർ എണ്ണമറ്റതാണ്. ഓരോ വസ്തുവിനും ഒരു ദൈവം എന്ന നിരക്കാണ് അവിടെ ഉള്ളത്. ഓരോന്നിനും അവർക്ക് ഓരോ ദേവന്മാരാണ് ഉള്ളത്. അന്തരീക്ഷത്തിന് ദൈവം, വിളകൾക്ക് ദൈവം, കാറ്റിന് ദൈവം, മഴയ്ക്ക് ദൈവം, അഗ്നിക്ക് ദൈവം, അങ്ങനെ ഓരോ വസ്തുക്കൾ എടുത്തു നോക്കിയാലും ഓരോന്നിനും പ്രത്യേകം ദൈവങ്ങൾ അവർക്ക് എണ്ണമറ്റതായിരുന്നു. ഓരോ വസ്തുവിനും ഒരു ദൈവം എന്ന നിരക്കിൽ അവർ വെച്ച് നോക്കിയിട്ടും ജീവനുള്ള ദൈവമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇവയെല്ലാം ശക്തിയില്ലാത്തവരായിരുന്നു. മോശെ പറയുന്നു, യഹോവേ, ദേവന്മാരിൽ നിന്നെ പോലെ ആരുണ്ട്? വിശുദ്ധിയിൽ മഹത്വമുള്ളവനും മഹത്വമുള്ള പ്രവൃത്തികളിൽ ഭയങ്കരനും അത്ഭുതങ്ങൾ ചെയ്യുന്നവനും നിന്നെ പോലെ ആരുണ്ട്? മോശയുടെ അമ്മായപ്പനായ യിത്രോ സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: യഹോവ മറ്റെല്ലാ ദേവന്മാരെക്കാളും വലിയവനാണ് എന്ന് ഇപ്പോൾ എനിക്കറിയാം എന്ന് പുറപ്പാട് പുസ്തകത്തിൽ 18ാം അധ്യായം 11ാമത്തെ വാക്യത്തിൽ യിത്രോയും രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവരുടെ പാപങ്ങൾ മൂലം നമ്മുടെ പാപങ്ങൾ മൂലം മറ്റുള്ളവരും കഷ്ടത കൂടുതൽ അനുഭവിക്കുന്നു. കഷ്ടതയ്ക്കിടയിലും നമ്മുടെ ഏക പ്രത്യാശ യേശുക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ 2ാം വരവാണ്. പുറപ്പാട് 1 അനുസരിച്ച് മിസ്രയീമ്യരെ ദുർബലപ്പെടുത്താനും അവരെ കീഴടക്കാനും അപമാനിക്കാനും ഫറവോന്റെ കൽപ്പന പ്രകാരം മിസ്രയീമ്യർ ഇസ്രായേലിന്റെ നവജാത പുത്രന്മാരെ കൊന്നു. ഇപ്പോൾ ദൈവത്തിന്റെ ശിക്ഷ മിസ്രയീമിലെ ആദ്യജാത പുത്രന്മാരെ ബാധിക്കുന്നു. ആളുകൾ വിതയ്ക്കുന്നത് അവർ കൊയ്യുന്നു. നാം എല്ലാവരും അനുഭവിച്ചിട്ടുള്ള വേദനാജനകമായ സത്യം നമ്മുടെ തീരുമാനങ്ങളും യഥാർത്ഥ പെരുമാറ്റവും അനന്തരഫലങ്ങൾ കൊണ്ടുവരുന്നു. നമ്മുടെ തെറ്റായ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ നമ്മൾ മാത്രമല്ല മറ്റുള്ളവരും, ചിലപ്പോൾ നിരപരാധികളായ മറ്റുള്ളവർ പോലും അനുഭവിക്കുന്നു എന്നതാണ് സത്യം. പാപത്തിന്റെ സ്വഭാവമാണ് നാം ഈ പറഞ്ഞു കേട്ടത്. അതായത് നമ്മുടെ തെറ്റായ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ നമ്മൾ മാത്രമല്ല മറ്റുള്ളവരും, ചിലപ്പോൾ നിരപരാധികളായ മറ്റുള്ളവർ പോലും അനുഭവിക്കുന്നു എന്നതാണ് സത്യം. ഇതാണ് പാപത്തിന്റെ സ്വഭാവം. ക്രിസ്തു നമ്മുടെ രക്ഷയുടെ ഏക പ്രത്യാശയാണ്. അപ്പോസ്തലൻ പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാട് ക്രിസ്തു നമുക്ക് വേണ്ടി ബലി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പെസഹ കുഞ്ഞാടിനെ അറക്കുന്നത് മാത്രം പോരാ, അതിന്റെ രക്തം വാതിൽപ്പടികളിൽ തളിക്കണം. അതിനാൽ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഗുണങ്ങൾ ആത്മാവിൽ പ്രയോഗിക്കണം. അവിടുന്ന് ലോകത്തിന് വേണ്ടി മാത്രമല്ല മരിച്ചത്, വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ചു എന്നും നാം വിശ്വസിക്കണം. ക്രിസ്തുവിലുള്ള ഈ വിശ്വാസത്താൽ
പെസഹായുടെ ഓർമ്മപ്പെടുത്തലുകളോടെ നമ്മുടെ അനുഭവങ്ങളെ പിൻതലമുറകൾക്ക് കൈമാറി അവർക്ക് മാതൃകയായി ജീവിപ്പാനും ദൈവം സ്നേഹവും നീതിമാനും ആയിരുന്നതുപോലെ ദയാതൽപരനായി നടപ്പാനും താഴ്മയുള്ളവനായി ജീവിപ്പാനും ഇനിയൊരു മിസ്രയീമിനെ കാണാതിരിപ്പാനും ഈ അനുഭവ പാഠം നമ്മെ ഏവരെയും ഒരുക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ഈ പാഠഭാഗത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണയോടെ അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ നല്ല സുദിനത്തിൽ കർത്താവേ നല്ലൊരു പാഠം പഠിപ്പാൻ അവിടുന്ന് അനുഗ്രഹിച്ച വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച. പാഠപഠനത്തിൽ അവിടുത്തെ തിരുസാന്നിധ്യം ഉണ്ടായിരുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച, സ്തോത്രം. ഈ പാഠം അതിൻ്റെതായ അർത്ഥത്തിൽ ഗ്രഹിപ്പാനും അത് ജീവിതത്തിൽ മാതൃകയാക്കുവാനും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുസാന്നിധ്യത്തിനായി വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച, സ്തോത്രം. അടിയങ്ങൾ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്ന പച്ച, സ്തോത്രം. ഹല്ലേലൂയ. കുറ്റങ്ങളും കുറവുകളും കർത്താവെ അവിടുന്ന് ക്ഷമിച്ചു മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച, സ്തോത്രം. സ്വർഗ്ഗ നന്മകളാൽ അടിയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.